ബിഗ് ബോസ് സീസൺ 7 എന്ന് പറയുന്നത് അനുമോൾ എന്ന മത്സരാർത്ഥിയെ മാത്രം വെച്ചുകൊണ്ട് കണ്ടന്റ് കൊണ്ടുപോയ ഒരു സീസണാണ്. അല്ലാതെ വേറെ എന്താണ് അവിടെ ഗെയിം നടത്തിയിട്ട് ഈ സീസൺ 7 എന്ന് പറയുന്ന ഗെയിം എന്ന് പറയുന്ന സംഭവമേ ഇല്ല. അനുമോളുടെ കരച്ചിലും, അനുമോളെ ആരെങ്കിലും കുറ്റപ്പെടുത്തുന്നത്, അനുമോൾ ആരെയെങ്കിലും കുറ്റപ്പെടുത്തുന്നത്, എന്നിട്ട് അനുമോള് എവിടെങ്കിലും മാറിയിരുന്ന് കരയുന്നത്, മറ്റുള്ളവരെ ശപിക്കുന്നത്, ഇതൊക്കെയായിരുന്നു ബിഗ് ബോസിനകത്ത് കണ്ടന്റ് എന്ന് പറയുന്നത്. അനുമോളെ ചുറ്റിപ്പറ്റിയാണ് ബാക്കി എല്ലാ വ്യക്തികളും കേറി വന്നിട്ടുള്ളത്. അല്ലാതെ അവിടെ ഗെയിം എന്നും പറഞ്ഞ് ഒരു മനുഷ്യനും ഗെയിം കളിച്ചിട്ടില്ല. ആര് ഗെയിം കളിച്ചിട്ടുണ്ട്? എവിടെ ഗെയിം കളിച്ചിട്ടുണ്ട്? എല്ലാരും അനുമോൾ എവിടെ കരയുന്നു? അനുമോള് ക്യാമറമാൻമാര് ചുറ്റും നിൽക്കുകയാണ്. ഒരു എപ്പിസോഡ് തന്നെ കണ്ടിന്യൂ ചെയ്തു അനുമോളെ കുറിച്ചാണ്. അനുമോൾ എവിടെങ്കിലും എവിടാണോ ഇരിക്കുന്നത് ആ പൊസിഷനിൽ നിൽക്കുകയാണ് ക്യാമറ പോലും. അനുമോള് കരയുന്നതും അനുമോളെ കുറ്റപ്പെടുത്തുന്നതും അനുമോളെ സപ്പോർട്ട് ചെയ്തുമൊക്കെയാണ് പലരും അതിനകത്ത് കയറി വന്നത്. ഈ പറയുന്ന അക്ബറൊക്കെ തന്നെ അതിനകത്ത് നിൽക്കുന്നത് അനുമോൾ എന്ന മത്സരാർത്ഥി ഉള്ളത് കൊണ്ട് മാത്രമാണ്. പിന്നെ എന്റർടൈൻമെന്റ് എന്ന രീതിയിൽ നിവിൻ അവിടെ നല്ലതുപോലെ എന്റർടൈൻമെന്റ് ചെയ്തിട്ടുണ്ട്. അത് കണക്ക് അനീഷ് എന്ന വ്യക്തി എന്താ അവിടെ ചെയ്തിരിക്കുന്നത്? പുള്ളിക്കാരൻ ഒറ്റയ്ക്ക് വന്ന് ഒറ്റയ്ക്ക് പോയി അല്ലെ ഒറ്റയ്ക്ക് നിന്ന് ജയിക്കാൻ വന്നു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. നമ്മൾ ബിഗ് ബോസിനകത്ത് വരുമ്പോൾ ബിഗ് ബോസിനകത്ത് നമ്മുടെ കൂടെ കുറെ മത്സരാർത്ഥികളുണ്ട്. അവരെ എന്തിനാ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത്? എന്തെങ്കിലും വിഷയം ഉണ്ടാകുമ്പോൾ നമ്മൾ ചെന്ന് ഇടപെടണം. അതുപോലെ നമുക്ക് വിഷയം ഉണ്ടായി കഴിഞ്ഞാൽ അവരും ഇങ്ങോട്ട് വരണം. അനീഷ് അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? അനീഷിന് ഒരു നിലപാടുണ്ട്. അനീഷ് മാത്രം. അപ്പോ കൂടെ നിൽക്കുന്ന മത്സരാർത്ഥികൾ എന്ത് ചെയ്യുന്നു അത് ചോദ്യം ചെയ്യാൻ അനീഷ് നിൽക്കാറില്ല. അനീഷിന് നേരെ ആരെങ്കിലും കല്ലെറിഞ്ഞാൽ നിങ്ങൾ എന്തിനാ എനിക്ക് കല്ലെറിഞ്ഞു എന്നും പറഞ്ഞാണ് അനീഷ് നിൽക്കുന്നത്. അല്ലാതെ കൂടെ നിൽക്കുന്ന മത്സരാർത്ഥികൾക്ക് എന്തെങ്കിലും അത്യാവശ്യത്തിനോ ആവശ്യമോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാനോ കൂടെ നിൽക്കാനോ ഒന്നും അനീഷ് നിന്നിട്ടില്ല. ആദ്യം മുതൽ ഇതുവരെ അനീഷ് അങ്ങനെ നിൽക്കുന്നത്. പിന്നെ അനീഷിനകത്ത് ചില മാറ്റങ്ങൾ എന്ന് വെച്ചാൽ പുള്ളിക്കാരന് കല്ല് പോലെ നിന്നിരുന്ന പുള്ളിക്കാരൻ ഒന്ന് മാറി. ഇത്രയും അനീഷ് അവിടെ ചെയ്തിട്ടുള്ളത്. അല്ലാതെ വലിയതായിട്ടൊന്നും അനീഷും ഒരു കാര്യവും ചെയ്തിട്ടില്ല. പക്ഷെ അനുമോൾ എന്ന് പറയുന്നത് കപ്പടിക്കാൻ ഇറക്കിയാണെന്ന് പറയുന്നത് അനുമോള് അത്യാവശ്യത്തിന് അതിനകത്ത് കണ്ടന്റ് കൊടുത്ത് തന്നെയാണ് നിന്നത്. സ്ട്രഗിൾ ചെയ്താണ് നിന്നത്. ഒരുപാട് പ്രശ്നങ്ങളെ നേരിട്ടുകൊണ്ടാണ് നിന്നത്. അനുമോളുടെ ഗെയിം എന്ന് പറയുന്നത് കൊള്ളാത്ത ഗെയിം ആണെങ്കിലും പുള്ളിക്കാരത്തിയുടെ ഒന്ന് ബിഗ് ബോസിനകത്ത് കൊടുത്തിട്ടുണ്ട്. കൂടുതൽ ബിഗ് ബോസിനകത്ത് ഏറ്റവും കൂടുതൽ ക്യാമറ സ്പേസ് കിട്ടിയിരിക്കുന്ന ആർക്കാ? അനുമോൾക്ക് തന്നെ. വേറൊരു മനുഷ്യനും കിട്ടിയിട്ടില്ല. അപ്പൊ അനുമോൾ അതിനകത്ത് എന്തെങ്കിലും ചെയ്തത് കൊണ്ടല്ലേ അനുമോൾക്ക് ക്യാമറ സ്പേസ് കിട്ടിയിരിക്കുന്നത്?